നിയമങ്ങൾ പാലിക്കാതെ ഹൈവേയിൽ പാർക്ക് ചെയ്ത 18 ചക്ര നാഷണൽ പെർമിറ്റ് ലോറിക്ക് പിറകിൽ ബൈക്കിടിച്ച അപകടം. ബൈക്ക് യാത്രികനായ കരുളായി വരക്കുളം സ്വദേശി മങ്ങാട്ടുചാലി അബ്ദുറഹ്മാനാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 6 മണിയോടെ പൂക്കോട്ടുംപാടം എടക്കര ഹൈവേയിൽ വരക്കുളം ടർഫിന് സമീപമാണ് അപകടം നടന്നത്. ഇന്നലെ രാത്രി 10 ശേഷമാണ് ഈ വണ്ടി ഇവിടെ നിന്നത്. അതാരും അറിഞ്ഞിട്ടില്ല. വണ്ടി നിർത്തുമ്പോൾ സിഗ്നൽ എന്തെങ്കിലും കൊടുക്കണം. ഇത് കൊടുക്കാതെ വരുമ്പോൾ ഈ ബൈക്ക് യാത്രക്കാർക്ക് മഴ പെയ്താൽ കണ്ണ് കാണില്ല മുന്നിൽ കൊല്ലാതെ. അങ്ങനെ പറ്റിയ അപകടമാണ്. ഇത് ഇവിടെ മാത്രമൊന്നുമല്ല, ഇതിന് മുന്നേ കുറച്ച് അപ്പുറത്തുണ്ടായിരുന്നു. നമ്മളെ കർണായിൽ പോരുമ്പോൾ ബൈപ്പാസിൻ്റെ അവിടെ വണ്ടി നിർത്തിയിരുന്നു. അന്ന് ഞാനാണ് അവരോട് വണ്ടി മാറ്റി നിർത്താൻ പറഞ്ഞത്. എന്നിട്ടാണ് അവർ മാറ്റി നിർത്തിയത്. ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ വേറെ വലിയ വിഷയങ്ങളുണ്ടാവും. ഇത് നിർത്തുമ്പോൾ അപകടം പറ്റി നിർത്തുമ്പോൾ എന്തെങ്കിലും സിഗ്നൽ വെക്കണം. നിങ്ങൾ വണ്ടി നിർത്തി പോകുമ്പോൾ ഇതിൽ ഡ്രൈവർമാർ വരാറില്ല അവിടെ. ഈ വണ്ടി ഇവിടെ നിർത്തി പോകുമ്പോൾ ഒരു വലിയ വണ്ടി നിർത്തുമ്പോൾ ഡ്രൈവർമാർ ക്ലീനർമാർ വേണ്ടേ? ഇതാവരും ഇല്ല ഇവിടെ. ജൽജീവൻ മിഷനായി സ്ഥാപിക്കുവാൻ ഭീമൻ പൈപ്പുകളുമായാണ് രാത്രിയിൽ ലോറി എത്തിയത്. ഇത് റോഡിൽ പാർക്ക് ചെയ്തിരുന്നു. എന്നാൽ വാഹനം റോഡരികിൽ പാർക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട യാതൊരുവിധ മാനദണ്ഡവും പാലിച്ചിരുന്നില്ല. പള്ളിയിൽ നിന്നും പ്രഭാത നമസ്കാരം കഴിഞ്ഞു മടങ്ങവെ റോഡിൽ നിർത്തിയിട്ട ലോറി കാണാതെ ബൈക്ക് ഇതിന് പിറകിലിടിക്കുകയായിരുന്നു. ഉടനെ കരുളായിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും അവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. പൂക്കോട്ടുംപാടം എടക്കര ഹൈവേയിൽ ഇത്തരത്തിൽ ലോഡുമായി എത്തുന്ന ലോറികൾ പതിവാണ്. എന്നാൽ ബന്ധപ്പെട്ടവർ പാർക്കിംഗ് മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് ഈ രീതിയിൽ വാഹനങ്ങൾ നിർത്തുന്നത്. ഇത് വലിയ രീതിയിലുള്ള അപകടങ്ങൾക്കാണ് കാരണമാവുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.